നിവേദനം, പ്രസ്താവന, കേന്ദ്രത്തെ പഠിക്കൽ. 9 വർഷമായി ഇതാണ് വഴിപാട്. 1972 വനം വന്യജീവി നിയമമുള്ള കാലത്തോളം ഈ നരനായാട്ട് അവസാനിക്കില്ല. സംസ്ഥാനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും, എന്തിന് കോടതികൾക്ക് പോലും ഇരകൾക്കൊപ്പം നിൽക്കാനുമാവില്ല. 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മനുഷ്യർക്ക് ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലാനുള്ള വകുപ്പുണ്ടെന്നും അതുകൊണ്ട് നിയമം മാറ്റേണ്ടതില്ലെന്നും ചില രാഷ്ട്രീയക്കാരും മൃഗസ്നേഹികളും ന്യായീകരിക്കാറുണ്ട്. എന്നിട്ട് എന്താ തമ്പ്രാക്കളെ നിങ്ങൾ ആ വകുപ്പുകളൊന്നും ഉപയോഗിക്കാത്തത്? എങ്ങനെയാണ് ഈ രാജ്യത്ത് ആയിരക്കണക്കിന് പാവപ്പെട്ടവർ വർഷം തോറും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്? വന്യജീവികളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വായിച്ചാൽ മനസ്സിലാകും അത് എത്ര അപ്രായോഗികമാണെന്ന്. നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പിഴവുണ്ടെന്ന് സംശയം വന്നാൽ ഉദ്യോഗസ്ഥൻ കോടതി കയറണം. അതിലും ഭേദം സർക്കാരിനെ പോലെ കണ്ണും പൂട്ടിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇത്ര ഭയാനകമായ സ്ഥിതിവിശേഷം നിലനിൽക്കെ നിസ്സഹായത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ വനം മന്ത്രിയായി വെച്ചിരിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ സർക്കാരിന് ജനങ്ങളോടുള്ള അവഗണന മനസ്സിലാക്കാൻ. മോദി ആയാലും പിണറായി ആയാലും പ്രിയങ്കയായാലും മറക്കരുത്, തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ കൊടുത്തതൊക്കെ നിർദ്ദയം തിരിച്ചെടുക്കാൻ ജനാധിപത്യത്തിന് ശേഷിയുണ്ട്. കാട് നിറഞ്ഞ് വന്യജീവികൾ പുറത്തിറങ്ങിയാൽ വേട്ടയാടി തിന്നാൻ ലോകത്ത് എവിടെയും അവകാശമുണ്ട്. എന്നിട്ടും മനുഷ്യന്റെ ചോര മണക്കുന്ന നിയമത്തിന് മുകളിൽ അടയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അധികാരം കൊലക്കത്തിയാക്കിയാൽ അത് നിഷ്കരുണം തിരിച്ചെടുക്കാൻ കെൽപ്പുണ്ട് ജനാധിപത്യത്തിന്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മഹാഭൂരിപക്ഷങ്ങളെ അത് വട്ടപൂജ്യമാക്കും. കണ്ടില്ലേ സ്വന്തം ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുത്ത് കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന മണിപ്പൂർ മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയത്? കാർഷിക നിയമങ്ങൾ മാറ്റില്ലെന്ന് വാശി പിടിച്ച കേന്ദ്രത്തെ മുട്ടുകുത്തിച്ച കർഷകരെ മറന്നോ? ജനവികാരത്തിന് പുല്ലുവില പോലും കൊടുക്കാതെ സിൽവർ ലൈൻ എന്ന് ആക്രോശിച്ചവർ ജനരോഷത്തിന്റെ പാളത്തിലല്ലേ തലവെച്ചത്? 10 ലക്ഷത്തിന്റെ ചാവുപണം കൊണ്ട് പരിഹാരത്തിനിറങ്ങുന്ന നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടെങ്കിൽ ഈ നിയമം മാറ്റൂ, അല്ലെങ്കിൽ വനവാസത്തിന് പോകൂ.